എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരാൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്നും ഒരാൾ തൂത്തൊക്കെ വാരി വേസ്റ്റൊക്കെ കൊണ്ടുപോകും. അപ്പോൾ 3 പെണ്ണുങ്ങൾ, പെണ്ണാണോ അതിനി ആണാണോ എന്ന് എനിക്കറിയത്തില്ല, വന്ന് കാണുമ്പോൾ തന്നെ എന്തോ ആണത്. നമ്മളെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ആൾ തൂത്തുകൊണ്ടിരുന്നത്. ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇനി അത് പ്രശ്നമാകുമോ, നമ്മളെ ഫോൺ പിടിക്കുകയോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഫോണിൽ അടിയൊക്കെ കൊടുക്കുന്നത്. നമുക്കിനി അടിയൊന്നും മേടിക്കാൻ വയ്യ. അതുകൊണ്ട് എന്താ ഇത് ബുക്ക് ചെയ്തിട്ട് കയറിയിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അമ്മച്ചി ലോക്കലിൽ മാത്രമേ നടക്കത്തുള്ളൂ, ബുക്ക് ചെയ്തതിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ബുക്ക് ചെയ്യാത്തവർ കുറേ പേര് ഇതിൻ്റെ അകത്ത് വന്ന് കിടന്നിട്ട് TTR വന്നിട്ടാണ് കുറേ നേരം പിടിച്ചുകൊണ്ട് പോയി പുറത്തൊക്കെ കൊണ്ടുപോകുന്നത്. ഒമ്പണിയായപ്പോ ഉറക്കളായിട്ടിരിക്കുന്നത് രാത്രി കിടന്ന് ഉറങ്ങി. മോനിക്ക് ബ്രെഡും ഓംപ്ലേറ്റും ആയിരുന്നു. എനിക്ക് ഫുഡ് മേടിക്കത്തേ ഉള്ളൂ, കാരണം ഞാൻ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടപ്പെടാത്ത മേടിച്ച് വെച്ച് ഞാൻ കഴിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീക്കുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് പിന്നെ വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ പൂരിയും എന്തോ ഒരു കിഴങ്ങ് കറി. അത് കിഴങ്ങ് കറി ആണോ എന്ന് പോലും എനിക്കറിയാൻ വയ്യ, അങ്ങനത്തെ ഒരു കറിയായിരുന്നു. ഞാൻ കഴിച്ചു, കാരണമെന്ന് പറഞ്ഞാൽ വിശപ്പിന് വയറ്റിലോട്ടെല്ലാം പോകണ്ടേ, അതുകൊണ്ട് കഴിച്ചു. ശീലമില്ലാത്ത എനിക്കിപ്പോൾ ഡെയിലി ഇപ്പം ഞാൻ കോഫി കുടിക്കും. പിന്നെ കുറേ നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു, അതല്ലേ വേറെന്തോ ചെയ്യാൻ പറ്റുന്നു, അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നൊരു സമാധാനം എന്ന് പറയുമ്പം ഇന്ന് ഒരു 6:30-7 മണി അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്കിനും പുറത്തിറങ്ങാമല്ലോ. പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹി എത്തും, അതുകൊണ്ട് സമാധാനമുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ 9:30 എങ്ങാണ്ടായി ഞാൻ ഫുഡ് കഴിച്ചപ്പം. 10 മണിയാകുമ്പോൾ അവർ ഫുഡിന് ഓർഡർ എടുക്കാൻ വരും. ഓർഡർ കൊടുത്തല്ലേ പറ്റൂ. സോളാർ പാനൽ ഇവിടെ എന്തോ സംഭവം നടന്നു. ഗണ്ണൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നു. ഞാൻ എത്ര അടുത്ത ആദ്യമായിട്ടാ ഗണ്ണൊക്കെ കാണുന്നത്. വീരപ്പൻ മീശയൊക്കെ നോക്കിയാണേ. ഐസ്ക്രീം ശരിക്കും തന്നെ മടുത്ത് 3 ദിവസമായാലും ഇല്ലാത്ത കയറിയിട്ട് ഇപ്പോൾ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നടക്കാൻ അങ്ങനെയൊക്കെ ഒരു തോന്നൽ. ഇതിപ്പം ഇന്നത്തെ ഒരു മാതിരിയായി. ഇപ്പം ഇന്ന് 6:30-ക്കാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ 8 മണി 9 മണിയൊക്കെ ആവും ഇറങ്ങുമ്പോൾ. ഡൽഹിയിലെത്തുമ്പോഴത്തേക്കിനും ഞാൻ ആദ്യമായിട്ട് അവർ കേരളം വിട്ട് പുറത്തോട്ട് പോകും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. ചിരക്കായിട്ട് മെയിലാണ്, കാരണം മെയിലിൽ ആരുമില്ല. അപ്പം ഞങ്ങളെ ബെഡ് താഴെ, ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഞങ്ങളുടെ ബെഡിൽ, ഇക്ക മെയിലിരിക്കാം. കാണിച്ചു നല്ല ഉറക്കമാണ്. ഇവിടുത്തെ ഒരു ഇത് ഇവിടെ ഞാൻ മാത്രമാണോ എന്തോ ഉറങ്ങാത്ത? ഇല്ല, അന്യൻ സിനിമയ്ക്കകത്ത് TTR എന്ന് വിളിക്കത്തില്ല, അതുപോലെ നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല, നമ്മളെ ഉറങ്ങുന്നുണ്ട്. TTR നേരത്തെ വന്നിട്ട് ബാഗ് ആളിവിടെ കൂട്ടി വെച്ച് ബാഗിലിട്ട്, അത്ര സേഫ്റ്റിയാണ്. അപ്പം 3ാമത്തെ ദിവസമാണ്. കണ്ടറിയോ, ഉച്ചയ്ക്കത്തുള്ള ഫുഡിന് ഓർഡറൊക്കെ കൊടുത്ത് ഇനിയും വരും. വാട്സപ്പിലൊക്കെ കുറച്ച് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഫുഡ് വരുമ്പോഴത്തേക്കിനും കാണിക്കുക. ഇന്ന് രാവിലത്തെ ഫുഡ് അത്രയും ഇഷ്ടപ്പെട്ടില്ല, ചില ഫുഡെങ്കിലും നോക്കട്ടെ. എഗ്ഗ് ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്, വരുമ്പം പറയാം.
ഹസ്ബൻഡ് വേറൊരു സീറ്റിൽ പോയിരുന്നു അവർ കഴിക്കുന്നത്. അപ്പം ഞാൻ മോൻ ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിക്കാൻ പോവാം. അപ്പം ഇതെങ്ങനെ ഉണ്ടോയെന്ന് നോക്കി കഴിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് നാട്ടിൽ ഇല്ലേ മുട്ട ചിക്കി ഇട്ടിട്ടല്ലേ തരുന്നേ? മുട്ട പുഴുങ്ങി ഡയറി മുട്ട പുഴുങ്ങിയിട്ട് ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ട് ഇതുണ്ട. ഇത് ഉച്ച നേരവും രാവിലെ നേരം ആകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടു. പിന്നെ നമുക്ക് എന്ത് ഫുഡ് ഇവിടെ തന്നാലും ശരി അവരുടെ ഈ ഒരു അച്ചാറ് തിരി കേട്ടാ. ചിലപ്പം ഇതിൻ്റെ ബ്രാൻഡ് മാറാൻ ഇതുണ്ട്, അല്ലാണ്ട് അച്ചാർ മാറത്തില്ല. അച്ചാർ നമുക്ക് മെയിനായിട്ടും കിട്ടും. ഇന്ന് നോക്കിയിട്ട് പറയാം. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടുന്നില്ല. സൂപ്പറല്ലേ? അവിടെ ചോറ് കഴിക്കണ്ടേ ഞങ്ങൾക്ക്? അതെന്താ ശരിക്കും ബോറടിച്ച് തുടങ്ങിയിരിക്കുന്നു അല്ലേ ശരി? അവിടെ മങ്കി ആവേ മങ്കി അവിടെ വീടുകളോട് വഴിയൊക്കെ കാണൂ. അതൊക്കെ ഉണ്ട്. അവർ ഇത് കൊച്ചു ചെയ്ത് ഗ്രാമീണ നാട്ടിലുള്ള ആൾക്കാരൊക്കെ താമസിക്കും. എത്ര 4 ഉണ്ട്. ഇതുണ്ടോ? ഇതിപ്പം ആഗ്രഹം അവിടെ 2 സ്റ്റേഷനുകളേ ഉള്ളൂ. ഇപ്പം 3:26 3:30 എത്തുന്നപ്പം 3:26 നേരത്തെ എത്തിയില്ലേ? ഇനിയിപ്പം ജംഗ്ഷന് മധുര ജംഗ്ഷൻ പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ. അവിടെ നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ളത്. ചിലപ്പോൾ കുറച്ചേരം കാണും. ഹസ്രത്ത് നിസാമുദ്ദീൻ ഇവിടെയാണ്. ഇവിടെ ഇറങ്ങിയിട്ടാണ് താജ്മഹാളിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത് ആഗ്രയാണ്. ഉണ്ടായിരുന്നു താജ്മഹാലിലേക്ക് കൊടുത്തിട്ടുണ്ട്. കയറിയിട്ട് ഇവിടെ ഇറങ്ങുന്നു. ആഗ്രഹത്തെ കേട്ടോടാ, ആ കുതിര അഴിച്ചുവിട്ടേ. നല്ല ട്രെയിൻ നിസാമുദ്ദീൻ സ്റ്റേഷൻ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. സ്ഥലവും ആ സ്റ്റേഷൻ്റെ പേര് ഡൽഹി ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇവിടെ ചെക്ക് ചെയ്യും. ചെക്കിംഗ് പാസ്. മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. ഇങ്ങനെ ഡൽഹിയുടെ ഒരു സൈഡ് അവിടെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകും. മെട്രോയിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ മെട്രോയിൽ വരുന്നത്. ആദ്യമായിട്ടാണ് ജില്ലാത്തിൽ പുറത്ത് വരുന്ന വന്നിട്ട് ആ മെട്രോ. മെയിൻ സ്റ്റേഷൻ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളല്ല ഇക്ക മെട്രോ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ വരുന്നത്. ഈ ട്രെയിൻ കൊള്ളാവോ? അടുത്ത മെട്രോ മെട്രോയിലുള്ള പരിപാടി നടന്നു വരാത്തി പാടാം. ഇഷ്ടപ്പെട്ടോ? മെട്രോയിൽ സ്കാനിങ് ചെയ്യുന്നത് ഭയങ്കര പാടായി. ഫോണിൽ നമ്മൾ എടുക്കണ്ട, കാർഡും എടുക്കണം.
പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അടുത്ത് നമുക്ക് പിന്നെയും ട്രെയിൻ കാരണമായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണയിൽ 5 മിനിറ്റുള്ളിൽ അടുത്തടുത്ത് വരും. എന്നാലും ശരി തന്നെ, നമുക്ക് നേരത്തെ പോകണ്ടേ, നമുക്ക് കുറച്ച് നേരം കിടക്കണം, അതാണ് മെയിൻ. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ചിക്കൻ ബർഗർ, सुप्रीम चिकन, चिकन या बारबेक्यू चिकन, एक पेरी पेरी, 1 पेरी पेरी और सर एक सादा चिकन बर्गर, 1 चिकन बर्गर और एक स्पाइसी, एक पेरी पेरी. നമ്മൾ ബർഗർ കഴിക്കാൻ വേണ്ടിക്കുള്ള പരിപാടി. മെട്രോ പിന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ വരുള്ളൂ, അതുകൊണ്ട് വിഷയമില്ല. പെട്രോൾ എടുത്തിട്ടുണ്ട്. സത്യം തന്നെ കൊള്ളാം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളായിരുന്നു. ഡൽഹിയിലല്ലേ ഇത്ര തിരക്കാ? നല്ല തിരക്കായിരുന്നു. മെയിൻ ഇന്ത്യൻ്റെ മെയിൻ സ്റ്റേറ്റ് അല്ലേ? അല്ല, 10ൽ എക്സാം ചെയ്ത് കൈകാലട്ടി കുറച്ചില്ല. എൻ്റെ ഇടയിൽ കൂടെ കയറി മെയിൻ സ്റ്റേറ്റ് അല്ലേ? ഇതാണ് ഏത് സമയം ഇത് വായിക്കാത്ത വെച്ചാണ്ട് അതവൻ്റെ ശീലമായി. ഇനി നമുക്ക് നാട്ടിൽ പൊടി ചെറിയ പൊടിക്കൈകളുണ്ട്, ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ വെള്ളം നമ്മളെ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ചിക്കൻ स्पाइसी वेज बर्गर, चिकन बर्गर, കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അടുത്ത ട്രെയിൻ ഇപ്പം വരും, നമുക്ക് പോകാം. മെട്രോയിൽ വന്ന് 200 രൂപയ്ക്ക് ഈ ഷർട്ടുകൾ 350. എന്തോ നായത് സെറ്റ്. മെട്രോ, അടുത്ത മെട്രോ ചേർത്ത് നമുക്ക് ഇവിടെ ഇറങ്ങിയാനായിട്ട് സ്റ്റേഷൻ്റെ പേര് ന്യൂഡൽഹി. നമ്മളെ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കും. മെട്രോയിൽ നിന്ന് നമ്മൾ ഫുള്ള് പുറത്തിറങ്ങി. ഇവിടത്തേക്ക് ഓട്ടോകളിങ്ങനെ ഇവിടുത്തെ ഇങ്ങനത്തെ ഓട്ടോ അങ്ങനെ മണ്ണിലിറങ്ങി അതായിരുന്നു അടുത്താണ്. എന്നിട്ട് തന്നെ പേടിയാണ്. റോഡ് ഭയങ്കര മോശപ്പെട്ട റോഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലെങ്കിലും ഞാൻ പറയുന്നതായിരിക്കും. ചേട്ടൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടത് കൊണ്ട് നമുക്ക് അലയേണ്ട കാര്യമൊന്നും ഇല്ലാതെ നല്ലത് നോക്കി. പിന്നെ അപ്പം ഇത് ഞങ്ങൾ ഫ്രഷായിട്ട് പുറത്തോട്ട് പോകണം.